കുവൈറ്റിലെ പൊതുമാപ്പ് കാലാവധി ഇന്ന് അവസാനിക്കുന്നതോടെ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുപ്പുകൾ തുടങ്ങി. മാർച്ച് 17 മുതൽ 3 മാസത്തേക്കാണ് കുവൈറ്റിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും സമയപരിധി 2 ആഴ്ച നീട്ടിയിരുന്നു. കുവൈറ്റിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴ ഒടുക്കാതെ നാട്ടിലേക്ക് മടങ്ങാനും താമസരേഖകൾ ശരിയാക്കാനുമായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് മാർച്ച് 17 മുതൽ 3 മാസത്തേക്കായിരുന്നു. ജൂൺ 17 വരെ നിശ്ചയിച്ച സമയപരിധി പിന്നീട് 30 വരെ നീട്ടി നൽകി. ഈ സമയപരിധി ഇന്ന് പൂർത്തിയാകുന്നതോടെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കും. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താതെ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് അധികൃതരുടെ നീക്കം. നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി, റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, റെസ്ക്യൂ, സ്പെഷ്യൽ സർവീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഗവർണറേറ്റുകളിൽ ക്യാമ്പയിൻ നടക്കുകയെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഫാമുകളിലും വിദൂര പ്രദേശങ്ങളിലും അടക്കം നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം പിടികൂടിയവരെ വിരലടയാളമെടുത്ത് നാട്ടിലേക്ക് തിരികെ അയക്കും. ഇത്തരത്തിൽ നാട്ടിലേക്ക് അയക്കുന്നവർക്ക് തിരികെ കുവൈറ്റിലേക്ക് കടക്കുന്നതിന് ആജീവനാന്ത പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, കുവൈറ്റ്.